ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. ഇന്ന് എൻ്റെ RRB ക്ലർക്ക് മെയിൻസ് എക്സാം ആയിരുന്നു. സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു ഷിഫ്റ്റേ ഉള്ളായിരുന്നു എന്നാണ് തോന്നുന്നത്. കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എക്സാം എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ഹാർഡ് ലെവൽ എന്ന് പറയണം. ബട്ട് റീസണിങ്ങിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ റീസണിങ് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലഡ് റിലേഷൻ ഇല്ലായിരുന്നു, ദെൻ ഇനീക്വാളിറ്റി ഇല്ലായിരുന്നു, 5 പേരുടെയൊക്കെ വെച്ചിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 5 പേരുടെയൊക്കെ വെച്ചിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓവറോൾ ഞാൻ 34 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ആൻഡ് എനിക്ക് ടൈം, അതായത് ഒരു ക്വസ്റ്റിനിൽ തന്നെ വീണ്ടും കറങ്ങി വന്ന് അങ്ങനെ കുറേ സമയമൊക്കെ പോയിരുന്നു. അങ്ങനെയാണ്, അല്ലാതെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റായിട്ടായിരുന്നു റീസണിങ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ മെയിൻസ് ലെവലായിട്ടുള്ള ടൈപ്പൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം ഡുവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് വന്നത് കമ്പ്യൂട്ടറായിരുന്നു. കമ്പ്യൂട്ടർ ആക്ച്വലി ഞാൻ ഒത്തിരി നല്ലതായിട്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ലായിരുന്നു. അറോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ് ഞാൻ കാണാൻ തുടങ്ങിയത് തന്നെ PO മെയിൻസ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. സോ അതിൽ നിന്ന് മാരത്തൺ ക്ലാസ്സസ് അല്ലാണ്ട് ഡെയിലി ബേസിസിൽ വന്ന ക്ലാസ്സസൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഞാൻ 21 ആണ് അറ്റംപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ നല്ല രീതിയിൽ കുറച്ചും കൂടി ആ ക്ലാസ്സസ് ആണെങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചൊക്കെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുറച്ചും കൂടെ സ്കോഴ്സ് ഇമ്പ്രൂവ് ആക്കാമായിരുന്നു. ദെൻ നെക്സ്റ്റ് വന്നത് ജി എ എല്ലാവർക്കും ഭയങ്കര ഒരു വല്ലാത്ത ഒരു ടോപ്പിക്കായിട്ടാണ് GA വന്നത്. കാരണം GA എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് എക്സാമിന് സാധാരണ ഡാൻസ് ഫോംസും അതുപോലെ തന്നെ റിവറിനെ കുറിച്ചും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ കാണുന്നില്ലായിരുന്നു. അങ്ങനെ വരുമെന്ന് പറയുമെങ്കിലും ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ ആ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതായത് പ്രസൻറ്റ് പ്രീവിയസ് മന്ത്സ് അങ്ങനത്തെ GS ഒക്കെ വളരെ കുറവായിരുന്നു. പൊതുവെ എല്ലാവർക്കും വളരെ കുറവ് അറ്റംപ്റ്റ്സ് ആണ് GAക്ക് വന്നിട്ടുള്ളത്. ഞാനും 6 എണ്ണമാണ്, ഐ തിങ്ക് അതെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 6 എണ്ണമാണ് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും നെഗറ്റീവ് വരുത്തണ്ട, ജസ്റ്റ് സെക്ഷണലെങ്കിലും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് 6 എണ്ണം ചെയ്തത്. എനിക്ക് വേറെ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് നോക്കി കണ്ട് പരിചയം ഉണ്ടായിരുന്നു, പക്ഷേ ആൻസേഴ്സ് അത് പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ടാവാം അങ്ങനെ വന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്യാവശ്യം ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. എന്നാലും നമ്മൾക്ക് ഈ സിംഗുലർ പ്ലൂറൽ അല്ലാത്തത് ഏത് അങ്ങനൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ദെൻ സിനോണിം ആൻറ്റണിം അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാരഗ്രാഫ് ഉണ്ടായിരുന്നു, 2 RC ഉണ്ടായിരുന്നു. ദെൻ അങ്ങനത്തെയൊക്കെ ചെയ്യാവുന്നതായിരുന്നു. എറർ ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എറർ ഡിറ്റക്ഷനാണ് എപ്പോഴും പ്രശ്നം വരുന്നത്. എന്നിരുന്നാലും ഞാൻ 35 അടുത്ത്, കറക്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല, 35 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ്. ദെൻ നെക്സ്റ്റ് ക്വാൺസ് വരുമ്പോൾ, ക്വാൺസ് സാധാരണ ക്ലർക്ക് മെയിൻസിന് വരുമ്പോൾ POനേക്കാൾ കുറച്ചുകൂടെ ലെവൽ കുറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ക്വാൺസ് കുറച്ച് ലെവൽ കൂടുതലായിരുന്നു. നമ്മുടെ PO മെയിൻസിനേക്കാളും കുറച്ച് ലെവൽ കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ദെൻ ക്വാഡ്രാറ്റിക് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ വന്നിട്ട് DIs ഉണ്ടായിരുന്നു. DIയിൽ ഒരു ക്വസ്റ്റ്യന് ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, അത് ഞാൻ കുറേ നോക്കി, പക്ഷേ എനിക്കത് ഡീകോഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ട്രിക്ക് എനിക്കപ്പോൾ അത് മൈൻഡിൽ വന്നില്ല, അത് പിന്നെ സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരു കേസ് ലെറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. പിന്നെ വേറൊരു DIയും കൂടെ ഉണ്ടായിരുന്നു, ഒരു ബാർഗ്രാഫിൻ്റെ, അത് ഞാൻ ചെയ്തു. ഓക്കെ, ദെൻ അരിത്തമെറ്റിക്കും ചെയ്തു. ടോട്ടൽ 23 ആണ് ക്വാൺസ് ചെയ്തത്. അങ്ങനെ ടോട്ടൽ 119 ആണ് ഞാൻ ടോട്ടലായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്ലർക്ക് മെയിൻസ് ആയതുകൊണ്ട് തന്നെ അത് കുറവാണെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ഹോപ്പ് ചെയ്യാം, കാരണം അറിയത്തില്ല എങ്ങനെയായിരിക്കും കട്ട് ഓഫ്. കാരണം പല ഫാക്ടേഴ്സും ഉണ്ട്, സെക്ഷണൽ ടൈമിങ് വന്നു, അങ്ങനെ പല പല ഫാക്ടേഴ്സുണ്ട്. എങ്ങനെയാണെന്നറിയില്ല. ഇതാണ് എൻ്റെ അറ്റംപ്റ്റ്സ്. സോ നിങ്ങളുടെയൊക്കെ അറ്റംപ്റ്റ്സ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.